അന്ന് ഞാൻ തൃശ്ശൂർ ടൗൺ സി ആയിരുന്നു. തൃശ്ശൂർ ടൗൺ സിയുടെ കീഴിൽ 3 പോലീസ് സ്റ്റേഷനുള്ളത്. ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനും അന്തിക്കാട് പോലീസ് സ്റ്റേഷനും വിയ്യൂർ പോലീസ് സ്റ്റേഷനും. രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുകളുടെ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്, നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചാണ്. രാത്രി മോട്ടിക്കാൻ കയറിയപ്പോൾ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചതാണ്. പിടിച്ച് അടിയെ കൊടുത്തിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നതാണ്. കേസ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കേസെടുക്കാൻ വരട്ടെ. ഈ കള്ളനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേസെടുക്കാൻ വരട്ടെ, ഞാൻ കുട്ടിയെ ആ കള്ളൻ എന്ന് പറഞ്ഞ ആളിനെ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവനെ റിലാക്സ് ചെയ്ത് ചോദിച്ചു, നീ എന്ത് മോഷ്ടിക്കാനാണ് ആ വീട്ടിൽ കയറിയത്? അപ്പോഴാണ് അവൻ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ചോദിച്ചത്, നീ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റ് ആണല്ലോ, നീ എന്ത് മോഷ്ടിക്കാൻ, നിനക്ക് എന്തിൻ്റെ ആവശ്യമാണ്, നീ എന്ത് മോഷ്ടിക്കാനാണ് കയറിയത്? അപ്പോഴും വളരെ കൗതുകത്തോടൊരു ആൻസറാണ് പറഞ്ഞത്, എനിക്ക് ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളോട് അതിയായ താല്പര്യമാണ്, അതിവിടെ കണ്ടാലും എടുത്തുകൊണ്ട് പോകുന്നൊരു ടെൻഡൻസി അവനുണ്ട്. അതെടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഷോ സിനിമ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടന്ന് വരുമ്പോഴത്തേക്ക് ഒരു വീടിൻ്റെ മുൻവശത്ത് അശയിലിങ്ങനെ കുറേ തുണികൾ കഴിയിട്ടും കൊടുത്തിട്ട് കുറേ നല്ല അണ്ടർ ഗാർമെൻറ്റ്സും കിടക്കുന്നതുണ്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് അവിടെ കയറിയപ്പോഴത്തേക്ക് അവിടെ പട്ടി വരച്ചു. അപ്പോൾ ആൾക്കാർ ഉറങ്ങിയിരുന്നില്ല, 9-9 മണിയല്ലേ ഉള്ളൂ, ആൾക്കാർ ഉറങ്ങിയിരുന്നില്ല. അപ്പം പട്ടി വരച്ചപ്പോഴത്തേക്ക് അവൻ ഓടി, പട്ടിവിൻ്റെ പുറകെ ഓടി. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരോടും ചാടി ഓടി വന്ന് വീട്ടിൽ നാട്ടുകാരെല്ലാം കൂടി ഓടിച്ചിട്ട് അവനെ പിടിച്ച് അടിയെ കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റാണ് മോട്ടിക്കാൻ കയറിയിരിക്കുന്നത്. മോട്ടിക്കാൻ കയറിയതോ അടിവസ്ത്രങ്ങൾ. അപ്പം നാട്ടുകാർ പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഓടിച്ചിട്ട് പിടിച്ച് കള്ളനാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പോലീസിന്. ഞാൻ പറഞ്ഞ് കേസെടുക്കാൻ വരണം, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ ഇവൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ ചെന്നപ്പോഴത്തേക്കാണ് 2 പെട്ടികളിലായിട്ടൊരു 19 പെയർ അണ്ടർ ഗാർമെൻറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് സംഭവം, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവൻ പറയുന്നത്, അവൻ ഞാൻ കൂടുതൽ റിലാക്സ് ചെയ്ത് പ്രോബ് ചെയ്തു, അവൻ്റെ സൈക്കോളജിക്കൽ മെൻ്റൽ സ്റ്റേറ്റസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ വെച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, അവൻ അമ്മ ഒരു ഹെഡ് മിസ്ട്രസ്സും അച്ഛനൊരു ഡെപ്യൂട്ടി തഹസീൽദാരുമായിരുന്നു ആണ്. ഇവനൊരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ നല്ല ഭയങ്കര മിടുക്കനാണ് പഠിക്കാനൊക്കെ ആയിട്ട്. അയാൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് പോയി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുള്ളൂ. അവൻ IIT മറ്റോ അഡ്മിഷൻ കിട്ടിയിരുന്നു മൂത്തവന്. അപ്പോൾ ഈ മൂത്തവനുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്തിട്ട് ഈ അമ്മ ഇവനെ ഉപദേശിക്കുമായിരുന്നു. കമ്പാരിസൺ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല, മറ്റു കുട്ടികളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണത്. അവൻ ഇത്ര മാർക്ക് കിട്ടിയില്ല, നിനക്കെന്താ കിട്ടാത്തത്, അല്ലെ അവൻ അങ്ങനെ ചെയ്തില്ലേ, അവൻ ഇത്രയും കിട്ടിയില്ലേ, നിനക്കെന്താ കിട്ടാത്തത്, അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ അരക്ഷിതബോധം വളരെയാണ് ഉണ്ടാകുന്നത്. ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് ഈ പോലീസ് സർവീസിൽ എഴുതുന്നതിന് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പോലീസിലേക്ക് ഈ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്, അപ്പം അവനെ അമ്മ ഇങ്ങനെ കമ്പയർ ചെയ്ത് അവൻ്റേതായ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവൻ വളർന്നു വന്നത്. അപ്പോൾ അവനൊരു മിക്സഡ് കോളേജാണ് പഠിക്കുന്നെങ്കിൽ പോലും പെൺകുട്ടികളോട് സംസാരിക്കാൻ പോലും അവന് ഭയങ്കര മടിയായി. അവരെ കാണുമ്പോഴത്തേക്കും അവന് നെർവസ്നെസ് ഉണ്ടാവാറാണ് സാധാരണ പതിവ്. അപ്പോൾ അവൻ്റെ ലിബിഡോ, അവൻ്റെ ആ ഉള്ളിലെ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ തീർക്കുന്നത് ഈ അടിവസ്ത്രങ്ങൾ കണ്ടിട്ടാണ്. അടിവസ്ത്രങ്ങളിൽ റിയാക്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് അതിങ്ങനെ തടവുമ്പോഴത്തേക്കും അവന് ഭയങ്കര സുഖം കിട്ടും. അങ്ങനെയാണ് അവൻ ആത്മസംതൃപ്തി അടഞ്ഞിരുന്നത്. അതിന് സൈക്കോളജിയിൽ ഫെറ്റിഷിസം എന്ന് പറയുന്നൊരു അസുഖമാണ് അതിന് നമ്മൾ പറയാറുള്ളത്. അപ്പം ഈ പേരൻസിനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ മകൻ ഇങ്ങനൊരു അസുഖമുണ്ട്, അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്തുള്ളൊരു സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു. സൈക്കോളജിയിൽ നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന അവേർഷൻ തെറാപ്പിയാണ് സാധനം കൊടുക്കാറുള്ളത്. അതിന് കയ്യിൽ ഡയോഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ചെറിയ ഷോക്ക് കൊടുക്കുന്ന ഡയോഡ് ഫിറ്റ് ചെയ്തിട്ട് ഈ അടിവസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തകളിങ്ങനെ മനസ്സിൽ കൊണ്ടുവരാൻ പറയും. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷോക്ക് കിട്ടും. അപ്പോൾ ഈ ഇതിനോടൊരു അവേർഷൻ ഉണ്ട്. പല പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് റിപ്പീറ്റഡായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇതിനോടൊരു ആസക്തി അങ്ങ് മാറിക്കിട്ടും. അവേർഷൻ തെറാപ്പി നന്നായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ മാനസികമായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളത് മാറ്റാനായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറും അതനുസരിച്ചുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അവന് കൊടുത്തു. അവൻ്റെ ഈ സ്വഭാവം കംപ്ലീറ്റായിട്ട് എനിക്ക് മാറ്റാൻ കഴിഞ്ഞു. ഒരു
6 മാസം കൊണ്ട് കംപ്ലീറ്റ് ഇവൻ്റെ സ്വഭാവം മാറിക്കിട്ടി. ഇവൻ്റെ പേര് ഞാൻ കേസെടുത്തില്ല, ഇവനെ ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അവൻ ജോലിയൊക്കെ കിട്ടി സെൻട്രൽ ഗവൺമെൻറ്റിൽ വലിയ ഉദ്യോഗസ്ഥനായിട്ട് മാറിയാണ് ഉണ്ടായത്. ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരുമായിരുന്നു അന്ന്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ കണ്ടിട്ടില്ല. കല്യാണമൊക്കെ കഴിച്ച് വളരെ സുഖമായിട്ട് പോയി. ഇത് നമ്മളുടെ അവനോട് എനിക്കന്ന് കള്ളനാക്കായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുത്ത് നാട്ടുകാർ പിടിച്ചിട്ട് വന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻറ്റിനെ കേസെടുക്കാതെ വിടുക എന്ന് പറയുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വരും. അപ്പോൾ ശരിക്കും ഞാൻ ധൈര്യം കൊടുത്തുകൊണ്ടാണ് അവർ കേസെടുക്കാതിരുന്നത്. വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തില്ല. അവന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. നാട്ടുകാരോട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൂടി ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാം. കാരണം പോലീസിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പോലീസ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയാണ്. അത് നമ്മൾ ശരിക്കും ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. മനസ്സെന്ന് പറയുന്ന ഒരു വലിയൊരു റിസർവോയർ പോലെയാണ്. മനസ്സിൻ്റെ 3 ഫ്രോയിഡൻ കൺസെപ്റ്റിൽ മനസ്സിന് 3 സ്റ്റേജുകളാണുള്ളത്, 3 അവസ്ഥകളാണുള്ളത്, 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഈഡ്, രണ്ടാമത് ഈഗോ, മൂന്നാമത് സൂപ്പർ ഈഗോ. ഈഡിലാണ് നമ്മുടെ പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവം പോലുള്ള എല്ലാ സ്വഭാവങ്ങളും, നമ്മുടെ ഇൻസ്റ്റിങ്റ്റുകളും എല്ലാം കുത്തിനിറച്ചിരിക്കുന്ന ഈഡിലാണ്. എല്ലാ പ്രാകൃത ചിന്തകളും ദുഷ്ടചിന്തകളും നല്ല ചിന്തകളും ഒക്കെ നിറച്ചിരിക്കുന്നതും ഈഡിലാണ്. നമ്മുടെ ഡിമാൻഡ് എന്നാണ് ഈഡിൻ്റെ ഫുൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിലുള്ള ആഗ്രഹങ്ങൾ, എൻ്റെ ഡിമാൻഡുകൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക്, ബിഹേവിയറായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഈഡിൽ കുത്തിവരച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ നടപ്പാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് നടപ്പാക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ക്ലീൻ മനസ്സാണല്ലോ, ക്ലീൻ സ്ലേറ്റ് പോലെയാണ് അവൻ്റെ മനസ്സ് പറയുന്നത്. അവൻ അമ്മയിൽ നിന്ന് പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ ഓരോന്നും കണ്ട് ഓരോന്നും മനസ്സിലാക്കി അവൻ നോളജ് അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. അവൻ്റെ മനസ്സിന് ശക്തി കൊടുക്കുകയാണ്. അങ്ങനെ അമ്മയിൽ നിന്ന് ആദ്യം കാര്യങ്ങൾ പഠിക്കും, നടക്കാൻ പഠിക്കും, ഇരിക്കാൻ പഠിക്കും, ഓടാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് അമ്മയെ ബേസ് സ്റ്റേഷൻ ആയിക്കൊണ്ട് പുറത്തേക്ക് പോയും സ്കൂളിൽ പൈനിയർ ഗ്രൂപ്പ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് എല്ലാ നോളജുകളും നിറയ്ക്കുന്നത് ഈ സൂപ്പർ ഈഗോയിലാണ്. സൂപ്പർ ഈഗോയിൽ വാല്യൂ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന അറിവും, കാറ്റഗിസം ക്ലാസ്സുകൾ, മതപഠനങ്ങൾ, പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവുകൾ, ഇതെല്ലാം വാല്യൂ ആയിട്ട് നമ്മൾ സൂപ്പർ ഈഗോയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യാഥാസ്ഥിതികമായിട്ട് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ എത്രമാത്രം സന്തുലിതാവസ്ഥ വരുത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈഗോയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ദുശ്ചിന്ത ഉണ്ടാകുന്നത്, ഒരാളെ കുത്തിക്കൊല്ലാനായിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരാളോട് കുത്തിക്കൊല്ലാനായിട്ട് പെട്ടെന്ന് മനസ്സ് പറയും. ഈടിൽ ചിന്തയുണ്ട്. പക്ഷെ അത് ഈഗോ കൊണ്ടുവന്നിട്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിന് മുകളിൽ ധാർമ്മികമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നത് സൂപ്പർ ഈഗോയാണ്. ഇതെല്ലാം ഫ്രോയിഡൻ കൺസെപ്റ്റാണ്. ഫ്രോയിഡൻ കൺസെപ്റ്റിൽ ഫ്രീ അനാലിറ്റിക് തിയറിയിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം ആ പറയുന്ന സൂപ്പർ ഈഗോ അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന ദോഷമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഈഗോയും അത് പറഞ്ഞ് മനസ്സിലാക്കുകയും സൂപ്പർ ഈഗോയും ഈഗോയും കൂടെ ചേർന്ന് അവനെ ആ ബിഹേവിയറിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈഗോയും സൂപ്പർ ഈഗോയും ചേരുന്ന ഭാഗത്തിന് നമ്മൾ ശരിക്കും ഒരുമിച്ച് പറയുകയാണെങ്കിൽ കോൺഷ്യൻസ് അല്ലെങ്കിൽ മനസാക്ഷി എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. അപ്പം നമ്മളുടെ പ്രാകൃത ചിന്തകളെ അല്ലെങ്കിൽ ദുഷ്ചിന്തകളെ നമ്മുടെ മനസാക്ഷിയാണ് നല്ല ചിന്തകളാക്കി നല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല പ്രവൃത്തിയിലേക്ക്, സമൂഹത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നത് ഈഗോയും സൂപ്പർ ഈഗോയാണ്. നമ്മുടെ വാല്യൂ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ വാല്യൂ സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ അമ്മയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ പഠിച്ച ആ പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ പറയപ്പെടുന്ന ആ സാമൂഹ്യവൽക്കരണ പ്രക്രിയ ശരിക്കും നടക്കാത്ത ചില ആൾക്കാരുണ്ട്. ഈ വാല്യൂ സിസ്റ്റം ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് മനസ്സിൽ എന്ത് തോന്നുന്നു അതുപോലെ പ്രവർത്തിക്കാൻ തോന്നും. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ റേപ്പ് ചെയ്യണമെന്ന് തോന്നും, അതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ മോഷ്ടിക്കണമെന്ന് തോന്നും, അതുപോലെ മോഷ്ടിക്കും. ഒരാളെ ദേഷ്യം വന്നാൽ കുത്തിക്കൊല്ലണമെന്ന് തോന്നുന്നു, അതുപോലെ അങ്ങ് ചെയ്യും. കാരണം അതിന് കൺട്രോളില്ല, അതിന് കോൺഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ അവന് മനസ്സാക്ഷിയില്ല. മനസ്സാക്ഷി ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചിന്തിക്കുന്നു അതുപോലെ പ്രവർത്തിക്കുന്നതിന് ആളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ക്രിമിനൽസ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ അപാകത സംഭവിച്ചുകൊണ്ട് അവന് വാല്യൂ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ബയോളജിക്കലായിട്ട് ചില പ്രോബ്ലംസും ട്രൈസോമി എന്നൊക്കെ ചില പ്രോബ്ലംസ് കൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പറയും. പക്ഷേ മെയിനായിട്ട് ഇവൻ്റെ സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ അപാകതയാണ് അവനെ ക്രിമിനലാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോലീസ് മനസ്സിലാക്കണം. അപ്പം സമൂഹം എന്ത് ചെയ്തു? ഇവൻ്റെ ഈ മനസ്സാക്ഷി ഇല്ലാത്ത ഈ ആളിൻ്റെ ആ മനസ്സാക്ഷിയുടെ റോള് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. ഇവനെ കൺട്രോൾ ചെയ്യാനും ഇങ്ങനെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും
അവന് നല്ല ആവശ്യമുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സമൂഹം വ്യക്തമായ ആജ്ഞാശക്തിയുള്ള, വ്യക്തമായ രൂപമുള്ള, വ്യക്തമായ ഭാവമുള്ള ഒരു ഗ്രൂപ്പിനെ സമൂഹം തന്നെ കണ്ടെത്തി. ആ സമൂഹം കണ്ടെത്തിയ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോലീസ് എന്ന് വിളിക്കുന്നത്. പോലീസ് എന്ന് പറയുന്നപ്പോൾ സമൂഹത്തിന് മനസാക്ഷിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള മനസാക്ഷി, സമൂഹത്തിൻ്റെ മനസാക്ഷിയായിട്ടാണ് പോലീസ് മാറുന്നത്. ഈ കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മോശമായിട്ട് പെരുമാറാൻ കഴിയില്ല. പോലീസ് സ്റ്റേഷനിൽ സമകാലീനമായിട്ട് പല സംഭവങ്ങളും നമ്മൾ ക്യാമറയിൽ കൂടിയും ടി വിയിൽ കൂടിയൊക്കെ കാണുന്നതാണല്ലോ, പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന മനസാക്ഷിക്ക് നമ്മളായിട്ട് ഒരു വാല്യൂ കൊടുക്കാറുണ്ട്, നമ്മൾ അതിനൊരു ബഹുമാനം കൊടുക്കാറുണ്ട് നമ്മുടെ മനസാക്ഷിക്ക്. ആ ബഹുമാനം സമൂഹത്തിൻ്റെ മനസാക്ഷിയായി പോലീസിന് കിട്ടുന്നുണ്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പോലീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, പോലീസിനെ പേടിക്കുന്നേ ഉള്ളൂ, സമൂഹം പേടിക്കുന്നേ ഉള്ളൂ. ക്രിമിനൽസിനെ പേടിക്കണം. ഈ ക്രിമിനൽസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10% ക്രിമിനൽസ് ഉണ്ടെന്നായിരിക്കും സമൂഹത്തിൽ. ആ 10% ക്രിമിനൽസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 90% ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ആ സമൂഹത്തിൻ്റെ മനസാക്ഷിയായ പോലീസ് അത് ഉൾക്കൊണ്ട് ആ രീതിയിലുള്ള റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ കിട്ടാതിരിക്കുന്നതിനുള്ള കാരണം നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് 1856 പോലീസ് ആക്ടിൽ പോലീസ് എന്ന് പറയുന്ന ഒരു മർദ്ദനോപകരണമാണ്, ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ടൂളാണ്. മർദ്ദിക്കാൻ, അവരുടെ വിംസ് ആൻഡ് ഫാൻസിക്ക് അനുസരിച്ച് ഭരിക്കാനായിട്ട്, ജനങ്ങളെ മർദ്ദിച്ചൊതുക്കാനായിട്ട് ആണ് പോലീസിനെ അന്ന് ഉണ്ടാക്കിയത്. പക്ഷേ അത് നമുക്ക് സ്വാതന്ത്ര്യം ഇത്രയും വർഷമായി. അതൊരു കാരണമാണ്. ബ്രിട്ടീഷുകാരുടെ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയ പോലീസ് ആ ഒരു ഇമേജ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പോലീസിന് ആ റെസ്പെക്റ്റ് കിട്ടാത്തത്. മറ്റൊന്ന് നമ്മുടെ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. പോലീസിലെ ശരിക്കും സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ 3rd ഡിഗ്രിയൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് പെട്ടെന്ന് കൺഫെഷനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവന് 3rd ഡിഗ്രി പോലീസിൻ്റെ വില വീണ്ടും പോകുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാകും പലപ്പോഴും. അതുകൂടാതെ ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, കറപ്ഷൻ, ഇതെല്ലാം നമ്മളുടെ പോലീസിൻ്റെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ റിഫൈൻ ചെയ്ത് പോലീസിങ് പബ്ലിക്കിന്, സമൂഹത്തിന് മനസാക്ഷിയാകുന്ന രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ നമ്മളെ അംഗീകരിക്കുള്ളൂ. പോലീസിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ നല്ല പോലീസിൻ്റെ രീതിയിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പോലീസ് ഈസ് ആൻ എക്സലന്റ് ഏജൻസി ഫോർ സോഷ്യൽ വർക്ക് എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അവർക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്, ഫോഴ്സ് ഉണ്ട് കയ്യിൽ, ആരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അവരെ കോർട്ടും സപ്പോർട്ടിങ് ജുഡീഷ്യറി സിസ്റ്റവും ഒക്കെ നമുക്ക്, പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ നമ്മളെ സഹായിക്കാനുണ്ട്, മേലുദ്യോഗസ്ഥരെ നമ്മളെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു പോലീസിന് നന്നായിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിലെ പ്രിവെൻഷനാണ് ഏറ്റവും നല്ലത്. ഈ ക്രൈംസ് ഉണ്ടായിട്ട് സോൾവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ക്രൈംസ് കുറയ്ക്കാനോ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും ക്രൈംസ് ഇല്ലാതാക്കാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ക്രൈംസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രൈംസിൻ്റെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ രീതിയിലുള്ള പോലീസിൻ്റെ എഫക്റ്റീവ് ആക്ഷൻ നമുക്ക് ഉപയോഗിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളുടെ മകളെ കാണാനില്ലാതെ പരാതിയായിട്ട് വരികയാണെന്ന് വിചാരിക്കുക. ഒരു പ്രായമുള്ള ആൾ, അയാളുടെ മോള് കോളേജിൽ രാവിലെ 10 മണിക്ക് പോയിട്ട് രാത്രി വൈകിട്ട് 7 മണിയായിട്ടും തിരിച്ചു വന്നില്ല. എല്ലാ ബന്ധുക്കളുടെ വീട്ടിലും അന്വേഷിച്ചു, ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു, എങ്ങും ചെന്നിട്ടില്ല, കുട്ടിയെ കാണാനില്ല. ഈ പ്രായമുള്ള അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് വരികയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ GD ചാർജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവരോട് പറയുന്നു, സാറേ എൻ്റെ മോളെ കാണാനില്ല. കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സാറേ എൻ്റെ മോളെ കാണാനില്ല. അയ്യോടോ എന്ത് പറ്റി മിസ്റ്റർ, നിങ്ങളുടെ മോൾ എന്ത് പറ്റി, എവിടെ പോയി? അതേ ടോണിൽ റിയാക്ട് ചെയ്യാൻ പറ്റും ആ പോലീസിന് വേണമെങ്കിൽ. അത് നമ്മളെന്ന് പറയുന്നത് എമ്പതി എന്ന് പറയും, സിമ്പതി എന്ന് പറയും. ആ വരുന്ന ആളിൻ്റെ അതേ ടോണിൽ റിയാക്ട് ചെയ്യുന്നതാണ് സിമ്പതിറ്റിക്കലായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാമെന്ന് പറയുക. അപ്പോൾ സിമ്പതിയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ വേറൊരു പോലീസ് ഓഫീസർ ആ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് വിചാരിക്കുക.
ഫോർ എക്സാമ്പിൾ ഈ അച്ഛൻ തന്നെ എൻ്റെ മോളെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പഴയ താപ്പാന പോലീസൊക്കെ ഉണ്ടാകും അവർ നിൻ്റെ മോളാണോ കണ്ടില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് പറയും. അതിന് ആൻറ്റിപ്പതി എന്നാണ്, ആ ആറ്റിറ്റ്യൂഡിന് നമ്മൾ ആൻറ്റിപ്പതി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഈ ആദ്യം കണ്ടത് സിമ്പതിയാണ്, രണ്ടാമത് കണ്ടത് ആൻറ്റിപ്പതിയാണ്. ഈ സിമ്പതി നമുക്ക് പോലീസിന് വേണ്ട, ആൻറ്റിപ്പതി നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഇടയ്ക്കുള്ള ഒരു സിസ്റ്റമാണ്. അതിനാണ് നമ്മുടെ എമ്പതി എന്ന് പറയുന്നത്. പുട്ടിങ് യുവർ ലെഗ്സ് ഇൻ അനദേഴ്സ് ഷൂസ്. ആ വരുന്നത് ഞാനാണ്, ആ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഞാനാണ്. ഞാനൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് പോകുമ്പോൾ, പോലീസ് ഓഫീസറായ ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ട് പോകുമ്പോഴത്തേക്ക് ആ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ റിയാക്ഷൻ എനിക്ക് കിട്ടണോ ആ രീതിയിൽ മനസ്സിൽ ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും പരാജയം സംഭവിക്കില്ല. അതിനാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്നുള്ള വേർഡ് ജീവിതത്തിൽ മുഴുവൻ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റും. ഇവൻ നമ്മുടെ വീട്ടിൽ ഭാര്യയോട് സംസാരിക്കുമ്പോഴും അച്ഛനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പരാജയം സംഭവിക്കില്ല. സൊസൈറ്റിയിൽ ഈ പോലീസിലും അത് തന്നെയാണ്. എമ്പതി എന്നുള്ള വേർഡ് ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മറക്കാൻ പാടില്ല. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും പരാജയം സംഭവിക്കില്ല. ഞാൻ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ 4 ചുവരുകൾ ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരിക്കലും പര്യാപ്തമല്ല. അതുകൊണ്ട് പോലീസിൽ നിന്ന് വിട്ടൊരു എൻറ്റിറ്റി ഉണ്ടാക്കി. ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ്, ഞാൻ പറഞ്ഞു ഞാൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പോലീസിൻ്റേതായിട്ടുള്ളൊരു ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ ആദ്യമായിട്ട് കൊല്ലത്ത് ആർദ്ര നികേതൻ ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന, ആ ഡിസ്ട്രിക്റ്റിൽ കൊല്ലം ജില്ലയിൽ തന്നെ വരുന്ന പല ഫാമിലി പ്രോബ്ലംസും പോലീസ് സ്റ്റേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെ വി സെൻറ്ററിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു. അവരുടെ കേസ് അല്ലെങ്കിൽ പെറ്റീഷൻ സ്റ്റേജിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബഡ് സ്റ്റേജാണ് പെറ്റീഷൻ ലെവലിൽ പല കേസുകളും ബഡ് സ്റ്റേജിലാണ് പ്രോബ്ലംസ് കിട്ടുന്നത്. അത് പോലീസിന് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ പോലീസ് വിളിച്ചാൽ 2 കൂട്ടരും വരും. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഇൻലോസോ ഒക്കെ വരാൻ പറഞ്ഞാൽ, ആര് വരാൻ പറഞ്ഞാലും പോലീസ് വിളിച്ച് അവർ ഈ സെൻറ്ററിലേക്ക് അയക്കാനുണ്ടായത്. നമ്മളവിടെ വെച്ചിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അവരെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രശ്നമൊന്നുമില്ലാതെ തിരിച്ചു കൊണ്ടുവരികയാണ് സാധാരണ ചെയ്യുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാനൊരു 7,000-ഓളം ഡിസ്റപ്റ്റഡ് ഫാമിലീസിനെ ഞാൻ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അതുപോലെ മദ്യപിച്ച് കിട്ടി ആൾക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പലപ്പോഴും കിട്ടാറ്. ഞാൻ എവിടെ പോയാലും തൊട്ടടുത്തുള്ള 2-3 ഡി അഡിക്ഷൻ സെൻറ്റർ നോക്കി വെച്ചേക്കും. അപ്പോൾ ഇവരെ അവിടെ വെച്ചിട്ട് ഡി അഡിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് എനിക്ക് പ്രത്യേക അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 5,000-ഓളം പേരെ ഞാൻ ഡി അഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ. അപ്പോൾ ഡി അഡിക്ഷൻ കൂടി അവരെ സമൂഹത്തിലേക്ക് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറ്റിയെടുക്കാം. ഡി അഡിക്ഷൻ പോയി കഴിഞ്ഞാലും വീണ്ടും റിലാപ്സ് ഉണ്ടാവാറുണ്ട്. റിലാപ്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് വീണ്ടും ഒന്നുകൂടെ കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറി കിട്ടാമെന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക്, ഞാൻ പറഞ്ഞാൽ ഈ പോലീസ് എന്ന് പറയുന്ന എക്സലൻറ്റ് ഏജൻസി ഫോർ സോഷ്യൽ വർക്ക് എന്ന കൺസെപ്റ്റിൽ നമുക്ക് പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടും, സമൂഹത്തിൻ്റെ റെസ്പെക്റ്റ് കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയായിട്ട് പോലീസിന് മാറാൻ കഴിയും. ഇനി ഇതുപോലെ ഫാമിലി കൗൺസിലിങ്ങിന് അയച്ച ഒരു കേസാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എക്സ് സർവീസുകാരനാണ്. അദ്ദേഹം മകളെയും കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ഈ കൊല്ലം ഈസ്റ്റ് സി ആയിരിക്കുമ്പോഴായിരുന്നു എന്നോട് വന്നത്, എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. നല്ല കതിര് പോലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവനും അട്ടിച്ച പാടുകളാണ്. ചുവന്നിരിക്കുന്നത്, നല്ല വെളുത്ത കുട്ടിയായിട്ട് ദേഹത്തെല്ലാം പാടുകെട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. അതിന് മെഡിക്കൽ എക്സാമിനേഷന് അയച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി 498 അന്ന് കേസും എടുത്തു. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ കേസ് ഒന്ന് നോക്കട്ടെ, എന്താണ് സംഭവിച്ചത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് കുട്ടിയുടെ ഹസ്ബൻഡ് അടുത്തുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ലെക്ചറാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട്. ഒരു കുട്ടിയാണുള്ളത്, 3 വയസ്സുള്ള കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടുള്ളൂ. 3 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പോലീസിനോട് കേസെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്തും വേണ്ട, ഞാൻ അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ വിളിപ്പിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അധ്യാപകൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. അധ്യാപകരുടെ ഒരു മോനാണ്, ഒറ്റ മോനാണ്, മെലിഞ്ഞ നീളത്തിലുള്ള ഒരാൾ. വൈരൂപ്യമൊന്നുമില്ലെങ്കിലും കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. പക്ഷെ നല്ല പൊസിഷൻ, നല്ല ജോലിയും പഠിക്കാൻ നല്ല മിടുക്കനും ആയിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വന്നത്. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ കല്യാണം കഴിച്ചതാണ്. ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരി വായിക്കുന്ന ആളുണ്ട്, പുസ്തകമൊക്കെ വായിച്ച് ഒത്തിരി സിനിമയൊക്കെ കാണുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ കുട്ടിയുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ ആയിരിക്കണം, സോപ്പ് കൂട്ടപ്പനായിരിക്കണം, അല്ലെങ്കിൽ സിനിമാർമാരെ പോലെ ഇരിക്കണം ഒക്കെ ഒരു കൺസെപ്റ്റ് ഈ കുട്ടിക്ക് മനസ്സിലുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ കൺസെപ്റ്റിനനുസരിച്ചുള്ളൊരു ഭർത്താവിനെ എല്ലാ കുട്ടിയെ കിട്ടിയത്. പക്ഷേ നല്ല ഫാമിലിയും നല്ല ജോലിയൊക്കെ ആയതുകൊണ്ട് പേരൻസ് നിർബന്ധിച്ച് കല്യാണം കഴിക്കുകയുണ്ടായത്.
അതുപോലെ തന്നെ ഇയാൾ വളരെ സ്ട്രിക്റ്റിൽ വളർന്നുകൊണ്ട് ഇയാൾക്ക് പെൺകുട്ടികൾ എന്താണെന്നോ ഭാര്യ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, സെക്സ് എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് വലിയ നോളജൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആളിന്, എഞ്ചിനീയറിംഗ് ലെക്ചർ എന്ന് പറഞ്ഞ ആളിന്. എനിവേ അവരുടെ ഈ കുട്ടിയുടെ കൺസെപ്റ്റുള്ള ഭർത്താവല്ല, ഭർത്താവിന് കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, സെക്സിന് മുമ്പ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, കുട്ടിയെ എങ്ങനെ ഉണർത്തിയെടുക്കണം, അതൊന്നും അറിയാത്ത ഒരു ഭർത്താവുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഈ ഭർത്താവിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ഭർത്താവ് ലൈംഗികമായി ബന്ധപ്പെടാൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു സ്പാസം ഉണ്ട്, അവരുടെ വജൈനൽ സ്പാസം എന്നാണ് അതിന് സൈക്കോളജി പറയാറുള്ളത്. ഒരു കൺട്രാക്ഷൻ ഉണ്ടാകും, അത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് മാറും, പെനിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇവളെ സമ്മതിക്കില്ല, സെക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല. ഇയാൾ പിന്നെ ഒരു ദിവസം പിടിച്ച് റേപ്പ് ചെയ്താണ് ഒരു ആൺകുട്ടി പോലും ഉണ്ടായെന്നാണ് ആ ഭർത്താവ് പറയുന്നത്. ആകെ ഈ 3 വർഷങ്ങൾക്ക് 4 പ്രാവശ്യം മാത്രമേ ഇവർ ലൈംഗികമായി ബന്ധപ്പെട്ടുള്ളൂ എന്നാണ് ഭർത്താവ് പറയുന്നത്. അങ്ങനെ ഈ മാൻ ഈസ് എസെൻഷ്യലി ബേസ്ഡ് ഓൺ സെക്സ്. ഈ ദാമ്പത്യ ജീവിതത്തിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെക്സാണ്. അതിൽ ഒരുമയില്ലെങ്കിൽ അവർ ജീവിതം ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഈ കുട്ടിക്കും അവിടെ സംഭവിച്ച അവിടെ തന്നെ അത് തന്നെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിസ്സാരമായി വഴക്കുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ഈ കുട്ടിയെ മർദ്ദിക്കുകയും അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ മർദ്ദിച്ചിട്ടാണ് അവസാനം പോലീസ് കേസായിട്ട് വരികയും ഉണ്ടായത്. അപ്പം ഈ കുട്ടിയെ ഞാൻ ആദ്യം ചെയ്തത്, ഈ കുട്ടിക്ക് ഈ വജൈനൽ പ്രോബ്ലംസ് വല്ലതും ഉണ്ടറിയാനായിട്ട്, പെയിൻഫുള്ളാണെന്ന് അയാളെ പറഞ്ഞത് ഭർത്താവ് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു WBC കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ അയച്ചിട്ട് ഗൈനക്കോളജിസ്റ്റിനെ എടുത്തിട്ട് ഇവരുടെ വജൈനൽ ഓർഗൻസൊക്കെ ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് 2 ഫിംഗേഴ്സ് ഒരു നോർമലാണ് എല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ പ്രൂവ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഈ വജൈനൽ സ്പാസം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്, ഈ കുട്ടിയുടെ കൺസെപ്റ്റിലായിരുന്ന ഭർത്താവായിരുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് വജൈനൽ സ്പാസമാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് പിന്നെ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്തിട്ടുണ്ട്, അത് അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യിക്കുന്ന ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്നിക്സൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഈ കുട്ടിയുടെ ആ അസുഖം മാറ്റിയെടുത്തത്, വജൈനൽ സ്പാസം ഉണ്ടാകുന്ന ആ അസുഖം മാറ്റിയെടുത്ത് അതോടൊപ്പം തന്നെ ഭർത്താവിന് എങ്ങനെയാണ് ലൈംഗിക കാര്യങ്ങൾ ഇടപെടേണ്ടതെന്ന് ചെയ്യണമെന്ന് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ കൂടി കൗൺസിലേഴ്സിനെ കൊണ്ടിട്ട് പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ്. അതിനുശേഷം പിന്നെ അവർ ഫോളോ അപ്പ് ആക്ഷനൊക്കെ ആയിട്ട് നടന്നു. അവർ വളരെ ഹാപ്പി ആയിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇടയ്ക്കൊക്കെ എന്നെ കാണാനും വരാറുണ്ട്. അവരുടെ കേസ് ഞാൻ റെഫർ ചെയ്ത് കളയുകയും ചെയ്തു. അപ്പം നമ്മൾ മനുഷ്യനെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒക്കെയാണ് ഈ പോലീസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയായിട്ട് എപ്പോഴും നിൽക്കാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് ഈ ഇവന് സെഡേഷനൊക്കെ കൊടുത്ത് ഈ കട്ടിലയിൽ 4 കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇവന് ആഹാരമൊക്കെ ആയിട്ട് വന്നു. ആഹാരമൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവന് ആഹാരമൊക്കെ വാരി കൊടുത്തു. വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു കത്തിയും കരുതിയിരുന്നു കയ്യിൽ. എന്നിട്ട് കൈയും കാലം കെട്ടിയിട്ടിരിക്കുന്ന ഈ മകനെ കൊടുത്തതിന് ശേഷം പയ്യെ തുണി ചേർത്ത് പിടിച്ചിട്ട് കഴുത്തിൽ പിച്ചാത്തി ഉപയോഗിച്ചിട്ട് മുറിവുണ്ടാക്കി നന്നായിട്ട് കട്ട് ചെയ്ത് അവന് കൊല്ലുകയുണ്ടായി.